ഈ ടീമിനെ ഞാൻ പരിചയപ്പെടുത്തും. വിനിഷ ഒരു അക്ഷരം സംസാരിക്കേണ്ട. വരൂ ഒരാള് വരട്ടെ. എന്താ പേര്? ശിഖ. 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 ഓക്കെ, ശിഖ സ്കൂൾ എന്ന് പറയൂ. ചക്കാലക്കൽ HSS കോഴിക്കോട്. ചക്കാലക്കൽ കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ല. ഈ ചേച്ചിയുടെ വീട് കോഴിക്കോടാ. ചേച്ചിയെ കൂടെ കൂട്ടിക്കോ. ചേച്ചി പറയുന്നത് എന്താ പറയാ, കലാപരമായ കഴിവ് മാത്രമുള്ളവരേ ഉള്ളൂ എന്നാണ് കോഴിക്കോട്. ശരിയാണോ അത്? അതെ അതെ. അതവര് തെളിയിച്ചിട്ടുണ്ട് കാവ്യ. 3 വർഷമായിട്ട് ചവിട്ട് നാടകത്തിൽ A ഗ്രേഡ് അടിച്ചുകൊണ്ട് പോകുന്ന സ്കൂളാണ്. ആണല്ലേ? ഈ ചേച്ചി കൂടെ പഠിപ്പിച്ചു കൊടുക്കും. ഓ എന്തായാലും ഇപ്പൊ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. ഓ അപ്പൊ കൂടിക്കോ, വിനിഷയെ കൂടിക്കോ. വളരെ പെട്ടെന്ന് ഒരു പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ. പൊടിപാറി കാവ്യ എല്ലാ അർത്ഥത്തിലും പൊടിപാറി. തുടക്കത്തിൽ ഇങ്ങനെ സ്റ്റാൻഡ് ബൈ ആയി നിന്നോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി, അങ്ങോട്ടൊരു ചാട്ടം ഇങ്ങോട്ടൊരു ചാട്ടം. ഞാൻ വിചാരിച്ച ചവിട്ടുനാടകം അത്രേ ഉള്ളൂ എന്ന്. പക്ഷേ അതല്ല, അവിടെ നിന്നില്ല. ഇത് നമ്മളെ കയ്യിൽ നിൽക്കില്ല. എനിക്ക് വേണ്ട ചവിട്ടുനാടകം ഞാൻ പഠിക്കുന്നില്ല. അല്ല, ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ വിനിഷ? അയ്യോ പറ്റില്ല. പക്ഷെ പൊടിപാറി, ഗ്രൗണ്ടിലെ പൊടിപാറി ഗംഭീര മത്സരവും കാഴ്ചവെച്ചു. വലിയ ഏറ്റവും മികച്ച പെർഫോമൻസ്. പ്രത്യേകിച്ച് ചവിട്ട് നാടകം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ശതമാനം പേർക്കും നേരിട്ട് കാണാനുള്ള ഒരു അവസരം സ്കൂൾ കായികമേള തന്നെയാണ്. കലാമേള തന്നെയാണ് കായികമേളയല്ല. കാരണം ചടുലത ആയതുകൊണ്ടാണ് കായികമേള എന്നൊക്കെ പറഞ്ഞത്. അത്രയ്ക്കും എനർജറ്റിക് പെർഫോമൻസ്, വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യേണ്ടുന്ന ഗ്രൂപ്പ് ഐറ്റങ്ങളിൽ ഒന്നാണ് എന്ന നിലയിൽ കൂടി നമുക്ക് ഇവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. പ്രചാരമായ ചവിട്ട് നാടകം കോഴിക്കോട് ജില്ലയിലെ ചക്കാലക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. Okay, thank you.